അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മനോഹരമായ ഒരു തിങ്കളാഴ്ച രാവല്ലേ, മുത്ത് ഹബീബിൻ്റെ ഏറെ ഹൃദ്യമായ അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു രാവ്. രാത്രിയിൽ മനോഹരമായി കൽബറിഞ്ഞ് ഇന്ന ഒരു ബോധ്യത്തിൽ തന്നെ 3 അൽഹംദുലില്ലാ പറഞ്ഞ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ റബ്ബന, ഹംദ് ആസ്വദിക്കാൻ, അതിലൂടെ സമാധാനം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. നീട്ടിക്കൊണ്ടുപോകണ്ടല്ലോ മുത്ത് ഹബീബിൻ്റെ അല്പം ചില മദ്ഹുകൾ, മനോഹരമായി നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരുന്ന ചില ആയത്തുകൾ. അല്ലാഹു കോതാൻ തൗഫീക്ക് നൽകട്ടെ. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي. الله 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 عليه توكلوا. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. الله 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 عليه توكلوا. ارتكبت على الخطا غير حسر وعداد لك أشكو فيه يا سيدي خير النبي. الله 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 عليه توكلوا. إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. الشفاعة هب لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا
illallahu Muhammadur Rasulullah. As-salatu ala nabi kulla waqtin daima laha najmul fi sama sayyidi khairan nabi. La ilaha illallah la ilaha illallah la ilaha illallah Muhammadur Rasulullah. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ മദ്ഹ് പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്കിനി കുറച്ച് ദിക്ർ, ഒരു 33 തവണ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്കെൻ്റെ റബ്ബ് മതി എന്ന ദിക്റാണത്. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഹസ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം, ആ ബോധ്യത്തിൽ നിന്നിട്ട് ഈ ദിക്ർ പറയണം. അങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ എല്ലാ പ്രയാസത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കൈപിടിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ തീയിൻ്റെ സ്വഭാവം എന്താ? കരിച്ച് കളയലാണ്. ആ തീയിൻ്റെ സ്വഭാവത്തെ തന്നെ അള്ളാഹു മാറ്റിക്കളഞ്ഞു. എന്നാലോചിക്ക്, ആ തീയിനെ തണുപ്പുള്ളതാക്കി മാറ്റിയ റബ്ബുൽ ആലമീൻ. മനസ്സറിഞ്ഞ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, 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 ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും മഞ്ഞുരുകുന്നത് പോലെ അള്ളാഹു ഒരുക്കി കളയുമാറാകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമാണെന്നാണ് റജബിലെ സൂറത്തുൽ ഇഖ്ലാസ്. മനോഹരമാക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد
الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. അല്ലാഹുവേ, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ മുക്തി നൽകണേ അല്ലാ. ഇനി കുറച്ച് ദിക്ർ പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടമാണത്. സുബ്ഹാനല്ലാഹി തംലഉൽ മീസാൻ, നമ്മുടെ മീസാനിന് ഭാരം വെപ്പിക്കുന്ന ദിക്റാണത്. നമ്മുടെ തിന്മകളെ മായ്ച്ചു കളഞ്ഞ് നമ്മുടെ നന്മകൾക്ക് ഭാരം നൽകുന്ന ദിക്ർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി وبحمده سبحان الله 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 وبحمده. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്പം ഒരു 33 സ്വലാത്തും കൂടെ ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കാം. സ്വലാത്ത് ഫാത്തിമിയ അല്ലെങ്കിൽ സ്വലാത്ത് നൂർ എന്നൊക്കെ പറയുന്ന മനോഹരമായ സ്വലാത്ത്. ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ഇരുളടഞ്ഞ ഭാഗങ്ങളെല്ലാം പ്രകാശിക്കും. ഫാത്തിമ ബീവിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു സ്വലാത്തായിരുന്നു. മനോഹരമായ വളരെ വളരെ ചെറിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി ഒരു 33 തവണ. اللهم صل على النور وأهله 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 اللهم صل على النور وأهله.
നാം ചൊല്ലിയ ദിക്റുകളും സ്വലാത്തുകളും എല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ റജബിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി സമാധാനം നിറഞ്ഞ ജീവിതം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദ യാ വാസിഅൽ കറമി യാ റബ്ബി ബിൽ മുസ്തഫ بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. നിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതും അദ്കാറുകൾ ചൊല്ലിയതും നിന്റെ ഹബീബായ താജിദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാരായണം ചെയ്തതും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖായിബാക്കല്ലേ അല്ലാഹ്, നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാഹ്. നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് ആളുകളാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. ഈ കമന്റ് ബോക്സിലുള്ള ദുആ വസിയ്യത്തുകൾ, ഞങ്ങളുടെ ഹൃദയാന്തരങ്ങളിലുള്ള വസിയ്യത്തുകൾ എല്ലാം അറിയുന്ന നാഥാ, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. സങ്കടങ്ങൾ അകറ്റണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, സ്വസ്ഥത നൽകണേ അല്ലാഹ്, സമാധാനത്തോടെ കിടന്നുറങ്ങാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ് അല്ലാഹ്. നീ ശിഫ നൽകണേ റഹ്മാനേ, ആജിലും കാമിലുമായ ശിഫ നൽകണേ അല്ലാഹ്. മാറാരോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്, ക്യാൻസർ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ നൽകല്ലേ അല്ലാഹ്. അത്തരം അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശമനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ശാരീരികമായി പലവിധ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പ്രഷർ കൊണ്ട് ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവർക്കും ശമനം നൽകണേ അല്ലാഹ്. ഹൃദയത്തിൽ നിന്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. യാ റബ്ബനാ യാ റബ്ബനാ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും വിശ്വാസവും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണേ അല്ലാഹ്. വഴി പിഴപ്പിക്കല്ലേ അല്ലാഹ്, വഴി തെറ്റിപ്പോകുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. ഇബ്ലീസിന്റെ ചതിവലകളിൽ പെട്ടുപോകുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. പലവിധ എക്സാമുകൾ എഴുതുന്നവരാണ്, നീ ശോഭനമായ വിജയം നൽകണേ അല്ലാഹ്. ഭാവി ശോഭനമാക്കണേ അല്ലാഹ്. അദബുള്ള മക്കളാക്കണേ അല്ലാഹ്. ധിക്കാരികളും താന്തോന്നികളുമാക്കല്ലേ അല്ലാഹ്. യാ റബ്ബനാ യാ റബ്ബനാ, സിഹർ കൊണ്ട് കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, എല്ലാവർക്കും നീ ശമനം നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ ബാത്തിലാക്കണേ അല്ലാഹ്, നീ ബാത്തിലാക്കണേ റഹ്മാനേ. അർഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നീ ശമനം നൽകണേ അല്ലാഹ്, നീ ശമനം നൽകണേ അല്ലാഹ്. നീ കൈവെടിയല്ലേ അല്ലാഹ്. യാ റബ്ബനാ, ഏത് ഡോക്ടർ മരുന്നില്ലെന്ന് പറഞ്ഞാലും എല്ലാ പ്രയാസങ്ങൾക്കും നിന്റെ അടുക്കൽ മരുന്നുണ്ടല്ലോ അല്ലാഹ്. ആജിലായ
ശമനം നൽകണേ അല്ലാ. അർഹമുർറാഹിമായ കരുണാവാരിധിയായ റബ്ബേ, മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ പൊട്ടിക്കരയുന്നുണ്ട്. ഈ സദസ്സിലിരുന്ന് പൊട്ടിക്കരയുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, മക്കളെ നീ നേർവഴിക്ക് നടത്തണേ അല്ലാ. എത്രയോ ഗർഭിണികൾ ഈ സ്വരം കേൾക്കുന്നുണ്ട്. യാ റബ്ബനാ, നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ സുഖപ്രസവത്തിലൂടെ നീ നൽകണേ അല്ലാ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, പടച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഖൈറായ ഹലാലായ വരുമാനം നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ലാ. അർഹമുർറാഹിമായ തമ്പുരാനെ, പടച്ചവനെ ഒരുപാട് പ്രവാസികൾ ഈ സദസ്സ് കാണുന്നുണ്ട്. യാ റബ്ബനാ, പ്രവാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സ്വന്തം കുടുംബത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹമുണ്ടായിട്ടും കടം കയറി പ്രയാസത്തിലാണ്. ജോലിക്ക് വേണ്ടി അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുകയാണ്. യാ റബ്ബനാ, അവരുടെ പ്രയാസങ്ങൾ തീർത്ത് കുടുംബത്തോടൊപ്പം എത്രയും പെട്ടെന്ന് ഒന്നിച്ചൊരുമിച്ച് താമസിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. നീ തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, പടച്ചവനെ ഞങ്ങളുടെ എന്നും രാവിലെ നടക്കുന്ന സ്വബാഹുൽ ഖൈർ സദസ്സിൽ പങ്കെടുക്കുന്നവർ, അതിനായി കാത്തിരിക്കുന്നവർ, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, അതിന്റെ സഹകാരികൾ, അതിനെ സ്നേഹിക്കുന്നവർ, എല്ലാവർക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നീ നൽകണേ അല്ലാ. ഞങ്ങളെ നീ നന്ദിയുള്ള അടിമകളാക്കണേ അല്ലാ. ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. ഒരു നേരത്തെ അന്നത്തിന് മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, അർഹമുർറാഹിമായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ പലരും ഖബറുകളിലാണ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം ഖബറിൽ വിശാലത നൽകണേ അല്ലാ. അവരെ നീ ചേർത്തു പിടിക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ യതീമാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുമ്പോ ആരാരും തുണയില്ലാത്ത സമയത്ത് താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. മരിക്കുന്നതിന് മുൻപ് പലയാവർത്തി ഹജ്ജും ഉംറയും മർദിയായ സിയാറയും ചെയ്യാൻ പലയാവർത്തി നീ ഭാഗ്യം നൽകണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.